ഇവിടെ ബെയില് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞത് ഇതിപ്പം FIR ലോഡ്ജ് ചെയ്യുന്നതിനുണ്ടായ ഡിലേ എന്നൊക്കെ തന്നെ അത് വളരെ ഗൗരവകരമായിട്ട് കോടതി കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടുവാനുള്ള സാധ്യത പ്രകടമാണ്. പിന്നീട് ഈ പീഡന ആരോപണം അത് കൺസെൻഷ്വൽ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ തന്നെ അത് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു കോടതിക്ക് അത് പരിഗണിക്കാൻ കഴിയുകയുള്ളൂ. ഉഭയസമ്മത പ്രകാരമായുള്ള ലൈംഗിക ബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബന്ധം കൈപ്പാർജിക്കുമ്പോൾ അതൊരു റേപ്പ് അക്യൂസേഷനായി മാറുകയാണെങ്കിൽ അത് വിചാരണ അർഹിക്കാത്ത ഒരു ആരോപണമാണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികളുള്ളത്. ഒന്നിലധികം വിധികൾ അതിലേക്ക് നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയും. പക്ഷേ ഇതുപോലെ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ആണ് ഇവിടെ വസ്തുതാപരമായിട്ട് ശരിയായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാം എന്ന ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി ഈ നവംബർ മാസത്തിൽ ഒരു വിധിയിലൂടെ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ ഇതുപോലെ ശാരീരികമായി ദുരുപയോഗം ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ഇത്തരത്തിലൊരു വിവാഹ ഓഫർ നൽകി അങ്ങനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പരാതി കൊടുക്കുന്ന വേളയിൽ ആ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജിൻ്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നത് ഒരു ഒഫൻസായിട്ട് നിൽക്കും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധം പിന്നീട് കൈപ്പാർജിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുകയില്ല എന്ന് ബോധ്യമാകുന്ന സമയത്ത് ഒരു കാലത്ത് സന്തോഷത്തോടുകൂടി സ്വമനസാലെ അത്തരത്തിലൊരു ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റേപ്പിൻ്റെ അക്യൂസേഷൻ അവിടെ നിയമപരമായിട്ട് നിലനിൽക്കില്ല. 2025 സമാധാൻ കേസിലും സുപ്രീം കോടതി നവംബർ 2025 ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോൾസ് മാരേജ് ആ ഒരു പ്രോമിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വിഷയം കൂടെ ഉള്ളത് ആ വ്യക്തി വിവാഹിതയാണോ അല്ലയോ എന്നുള്ളതാണ്. ഒരു വിവാഹിതനായിട്ടുള്ള വ്യക്തി ആ വിവാഹബന്ധം മറച്ചു വെച്ചുകൊണ്ട് ശാരീരികമായി ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടി ഒരു വിവാഹ ഓഫർ നൽകിക്കൊണ്ട് പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് പീഡന എന്ന് പറയുന്ന ആ ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു ഒഫൻസ് അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെ ഇരയായി മാറിയ വ്യക്തി വിവാഹിതയാണ് എന്നുണ്ടെങ്കിൽ വിവാഹിതയാണ് ഒരു നിയമപരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവർക്ക് അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുവാൻ കഴിയുകയില്ല എന്നതും സെറ്റിൽഡ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധികളിലൂടെ നിയതമാക്കപ്പെട്ട നിയമമാണ്. നഈം അഹമ്മദ് കേസിൽ 2023 ജസ്റ്റിസ് ബേല ത്രിവേദിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്. പിന്നീട് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെയും വിധി വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ. അപ്പോൾ ഈ മാരിറ്റൽ സ്റ്റാറ്റസ് ഡിഫാക്ടോ കംപ്ലൈനന്റ് പരാതിക്കാരിയുടെ മാരിറ്റൽ സ്റ്റേറ്റസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുറ്റാരോപിതന്റെ മാരിറ്റൽ സ്റ്റേറ്റസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യമേ തന്നെ ഇത്തരത്തിലൊരു ഉദ്ദേശത്തോടു കൂടി നിരന്തരം ഇത്തരത്തിലുള്ള കൃത്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പീഡനം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഇത് നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വിചാരണ വഴി സ്ഥാപിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ FIR രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ട്, അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ട്. ഒരു നിയമകോടതിയും ഈ ഒരു അവസരത്തിൽ ഇതിനകത്ത് ഇടപെടുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ മുൻകൂർ ജാമ്യം എന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ വിധികളുടെ വെളിച്ചത്തിൽ നാം പരിശോധിക്കുമ്പോൾ അനുവദനീയമായി വന്നേക്കാം. അറസ്റ്റ് നടന്നില്ല എങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇത് വളരെയധികം കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു വിഷയമാണ്. രാഷ്ട്രീയത്തിലെ നൈതികതയും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന നിരന്തരവും വ്യാപകവുമായിട്ട് പല വ്യക്തികളിൽ നിന്നെന്ന് പറയപ്പെടുന്ന ആരോപണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ഗൗരവം വളരെയധികം കൂട്ടുന്നു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വ്യാപകമായിട്ട് ഉയരുമ്പോൾ വലിയൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. പക്ഷേ നിയമപരമായിട്ട് നാം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പെക്യൂലിയാരിറ്റീസിൻ്റെയും പരിമിതിയുടെയും വെളിച്ചത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. FIR രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ്, അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതാണ്, ഇതിനകത്തൊരു ഫൈനൽ റിപ്പോർട്ടും സമർപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനുശേഷം ശിക്ഷ അട്രാക്ട് ചെയ്യുമോ എന്നോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മേൽ സൂചിപ്പിച്ചിട്ടുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതികൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ മാരിറ്റൽ സ്റ്റേറ്റസിൻ്റെ ഓൾറെഡി സബ്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാരേജ് ഉള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഇരവാദം ഉന്നയിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വശങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടതിന് ശേഷം കോടതികൾക്ക്, ഹൈക്കോടതിക്കാണെങ്കിലും സുപ്രീം കോടതിക്കാണെങ്കിലും ഇത്തരത്തിലുള്ള നടപടികൾ നിലനിൽക്കുന്നില്ല എങ്കിൽ അസാധുവാക്കാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ നിരന്തരമായി തുടക്കത്തിലെ തന്നെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം അവിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോമിസ് നൽകിക്കൊണ്ട് ശാരീരികമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ certainly that's a punishable offense.
വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ മേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നതിലും ഒരു കുറ്റാരോപിതന് കോടതിയെ മുൻകൂർ ജാമ്യവുമായിട്ട് സമീപിക്കുവാനുള്ള ആ ഒരു നിയമപരമായിട്ടുള്ള അവകാശം ഹനിക്കപ്പെടുന്നില്ല. ആ ഒരു വേളയിൽ അയാൾ അന്വേഷണ ഏജൻസിയുടെ കണ്ണിൽപ്പെടാതെ മാറി നിൽക്കുന്നതിനെ നാം ഒളിച്ചോട്ടം എന്ന രീതിയിലൊന്നും നാം കാണേണ്ടതായിട്ടില്ല. കാരണം ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കപ്പെടാനുള്ള അയാളുടെ ഒരു അവകാശം അവിടെ വിനിയോഗിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള വലിയ വിഷയങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽ പെട്ടവർ അതിന് ആരോപണ വിധേയരാകുമ്പോൾ അവരെ സംരക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കൊടിയുടെ നിറമൊന്നും ബാധകമല്ല. എത്ര ഗൗരവമായിട്ടുള്ള ധാർമ്മിക വിഷയം വരികയാണെങ്കിലും ചേർത്ത് നിർത്തി സംരക്ഷിക്കുക, എതിർ പാർട്ടിയുടെ ആൾ വരുമ്പോൾ ശക്തമായിട്ട് വിമർശിക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ഇരട്ടത്താപ്പ് മാത്രമാണ്.